ഷമീറ, ഈ സ്കൂളിലെ സാഹചര്യം ഇപ്പോഴെന്താണ്? വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒക്കെ അവിടെ സാക്ഷ്യം വഹിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടത്. എന്താണ് ഇപ്പോൾ സ്കൂളിലത്തെ ഒരു സാഹചര്യം? അധികൃതരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നതും സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആരൊക്കെ സ്കൂളിലുണ്ട്? പ്രതിഷേധങ്ങളൊക്കെ ഏത് ഘട്ടം വരെ എത്തി? സ്കൂളിൽ പ്രതിഷേധ പരമ്പരകൾ തന്നെയാണ് നടന്നത്. രാവിലെ BJP പ്രവർത്തകരാണ് പ്രതിഷേധം ആദ്യം നടത്തിയത്. അതിനുശേഷം ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പിന്നീട് RYF പ്രവർത്തകരും പ്രതിഷേധമായി എത്തി. ആ പ്രതിഷേധം അല്പം സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. സ്കൂളിൻ്റെ മതിൽ ചാടിക്കടന്നുൾപ്പെടെ പ്രതിഷേധക്കാർ ഇവിടെ ADM അടക്കം ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന ചോദ്യമാണ് ADM അതുപോലെ തഹസിൽദാറിനോടും ഒക്കെ ചോദിച്ചത്. പക്ഷേ ഇവർക്കൊന്നും തന്നെ കൃത്യമായ മറുപടിയില്ല. ചിലർ KSEBയെ കുറ്റം പറയുമ്പോൾ ചിലർ വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറയുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത്. എന്തായാലും സമരം നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റവും ഒടുവിൽ ഇവിടെ എത്തിയത് SFIയുടെ സമരമാണ്. നാളെ ABVP കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമരങ്ങൾ തുടർച്ചയായി സ്കൂളിന് മുമ്പിൽ നടക്കുന്നു. സ്കൂളിലെ അധ്യാപകരൊക്കെ തന്നെ ഈ സ്കൂളിനകത്താണുള്ളത്. അവരൊന്നും പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം പ്രതിഷേധക്കാർ സ്കൂളിന് പുറത്തുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP അല്പസമയം മുമ്പ് ഈ ക്ലാസ് മുറി സന്ദർശിച്ചിരുന്നു. ഏതാണ്ട് 5 ക്ലാസ് മുറികളാണ് ഇവിടെ ഉള്ളത്. അതിൽ 8B എന്ന ക്ലാസ് മുറിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഷെഡ്, അതായത് വിദ്യാർത്ഥികൾ സൈക്കിൾ അടക്കം വെക്കുന്ന ഷെഡിന് പഞ്ചായത്ത് അനുമതി നൽകിയില്ല എന്ന് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി MP പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഏതാണ്ട് 10 വർഷം മുമ്പാണ് ഈ ഷെഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഷെഡിൽ ഈ പറയുന്നത് പോലെ SMC കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ആരൊക്കെയാണ് അതിന് അനുമതി നൽകിയത്, ഈ ഷെഡ് കെട്ടാനുള്ള ഉത്തരവാദികൾ ആരൊക്കെയാണെന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ലാലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി ഇത്തരത്തിൽ ഈ പരിശോധന നടത്തി. അദ്ദേഹം പ്രാഥമികമായ ഒരു റിപ്പോർട്ട് ഇവിടെ നിന്നും എടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഓഫീസർക്ക്, സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ചു നൽകും. അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി പരിശോധന നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. സംഘർഷാവസ്ഥയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ മന്ത്രി KN ബാലഗോപാലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം കണ്ടു. പ്രാഥമികമായി മൃതദേഹം ഇപ്പോൾ ശാസ്താംകോട്ട ആശുപത്രിയിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ അമ്മ വിദേശത്താണുള്ളത്. അവർ എത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ, സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. എന്തായാലും ബോധപൂർവം വരുത്തിവെച്ച ഒരു ദുരന്തം എന്ന് വേണം ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയും. ആ കുട്ടി നടന്നു നീങ്ങുന്നതും അതുപോലെ ആ ചെരുപ്പ് എടുത്ത ശേഷം കുട്ടിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മറിഞ്ഞു വീഴാൻ പോകുമ്പോഴാണ് ആ കുട്ടി അത്തരത്തിൽ ആ വീഴ്ചയെ തടയാൻ വേണ്ടി ആ കമ്പിയിൽ കയറി പിടിക്കുന്നതും പിന്നീട് അതിന് മുകളിലേക്ക് വീണ് ഷോക്കടിച്ച് അതിന് മുകളിലേക്ക് മിനിറ്റുകളോളം വീണ് അവിടെ കിടക്കുകയും ചെയ്തു. പിന്നീടാണ് സ്കൂൾ അധികൃതരൊക്കെ തന്നെ കാണുന്നത്. ഏതാണ്ട് 9:15 കൂടിയാണ് ഈ സംഭവം ഈ സ്കൂളിൽ നടക്കുന്നത്. പിന്നീട് സ്കൂളിലേക്ക് വലിയ പ്രതിഷേധ പരമ്പര, സ്കൂളിലെ മാനേജ്മെൻറ്റ് അധികൃതർ അടക്കമുള്ള ആളുകളോട് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ ആരാഞ്ഞിരുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? അവരൊന്നും തന്നെ ഈ മിനിറ്റ് വരെയും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ വൈദ്യുത വകുപ്പിൻ്റെയും ഒക്കെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് വരണം. ഇതിൽ പ്രാഥമികമായും പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി ഒരു അസ്വാഭാവിക മരണത്തിന് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആരൊക്കെ പ്രതി ചേർക്കണമെന്നുള്ള കാര്യം പോലീസ് തീരുമാനിക്കും. അതാണ് പോലീസ് സ്വീകരിച്ച നടപടി. എന്തായാലും പോലീസിൻ്റെ സുരക്ഷ ഇപ്പോഴും ഈ സ്കൂളിനും പരിസരത്തിനുമുണ്ട്. സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട കവാടം അടച്ചു തന്നെ ഇട്ടിരിക്കുകയാണ്. പോലീസിൻ്റെ സുരക്ഷയിലാണ് സ്കൂളിലെ അധ്യാപകരും ഇപ്പോൾ മാനേജ്മെൻറ്റ് അധികൃതരും ഇപ്പോഴും ഇവിടെ ഉള്ളത്. ശരി ഷമീർ, എന്താണെങ്കിലും കാര്യങ്ങൾ അവിടെ സംഘർഷാവസ്ഥയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആ സ്കൂൾ പരിസരത്തുള്ളത്. ഷമീർ, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് വീണ്ടും മടങ്ങിയെത്താം. മിഥുന്റെ വീട്ടിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.